സദസ്സിലുമായിരിക്കുന്ന ആദരണീയരെ, പ്രിയ ഗുരുജനങ്ങളെ, നമസ്കാരം. പണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ താമസിച്ച് പഠിക്കുന്ന സമയത്ത് വലിയ ഒരുപാട് ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നത് സ്ഥിരമുള്ള കാഴ്ചയായിരുന്നു. ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്കും ശിവഗിരിയിലെത്തണമെന്ന്. പക്ഷേ ദീർഘകാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പക്ഷെ അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. ഇന്നിങ്ങനെ ഒരു വേദിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച ആ ഒരു വേദിയിൽ നിന്ന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റിയ ഇതിന് അത്തരത്തിലുള്ളൊരു അവസരം ഒരുക്കിയതിന് ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെ മഠത്തിനുമെല്ലാം ഞാൻ എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ട് നാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളെ അത് ഇപ്പം ഞാനടക്കമുള്ള ഞാൻ കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അതിൽ സോഷ്യൽ വർക്ക് PhD നേടുന്ന ആദ്യത്തെ ആളാണ്. അപ്പം ഇന്ന് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഞാനൊരു വലിയൊരു സ്ഥാപനം, ഏകദേശം 3500 ഏക്കർ സ്ഥലമുള്ള ആറളം ഫാമിനെ മുന്നോട്ട് നയിക്കുകയാണ്. ആ സ്ഥാപനം പൂർണ്ണമായിട്ടും പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അവരുടെ ജീവനോപാധിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമാണ് ആറളം ഫാം. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് കൃഷിയിലൂടെയാണ്. കൃഷി എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ ആളുകളെ പല തട്ടുകളാക്കി മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തുടക്ക കാലഘട്ടത്തിൽ ആദിവാസി സമൂഹം അടക്കം കേരളത്തിൻ്റെ ഒരു തുടക്കം എന്ന് നോക്കുകയാണെങ്കിൽ ആദി ദ്രാവിഡർ എന്ന് പറഞ്ഞൊരു വിഭാഗം ആദിവാസി സമൂഹങ്ങളാണ് കേരളത്തിൻ്റെ പശ്ചിമഘട്ട മേഖലയിൽ ആദ്യം താമസിക്കുന്നത്. വയനാട്ടിലൊരു മൂപ്പൻ ഒരു വരികൾ പാടിയിട്ടുണ്ട്. ആ വരി ഇങ്ങനെയാണ്: 1000 കൊല്ലമല്ല 10000 കൊല്ലമല്ല, കാടുണ്ടായ കാലം മുതലേ കാടിനെ മക്ക നാങ്ക, കാടുണ്ടായ കാലം മുതലേ കാടിനെ മക്ക, ആനക്കൊമ്പും കക്കുവൻ കാണി ചന്ദനവും വെട്ടുവൻ കാണി, മാനിനെയോ മയിലിനെയോ കൊല്ലുവൻ കാണി, പാവ അവയൊക്കെ എങ്കളെപ്പോലെ കാടിനെ മക്ക, പാവ അവയൊക്കെ എങ്കളെപ്പോലെ കാടിനെ മക്ക. ഇതിൻ്റെ അർത്ഥം 1000 കൊല്ലമല്ല 10000 കൊല്ലമല്ല, കാടുണ്ടായ കാലം മുതലേ ഞങ്ങൾ കാടിൻ്റെ മക്കളാണ്. ആനക്കൊമ്പും ചന്ദനമൊന്നും വെട്ടാൻ പാടില്ല, കാരണം അവർ നമ്മളെപ്പോലെ തന്നെയാണെന്നുള്ളൊരു വലിയൊരു ആഹ്വാനമാണ് ആ മൂപ്പൻ്റെ വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നോക്കൂ, ആദ്യം കേരളത്തിലെ ഈ പശ്ചിമഘട്ട മേഖലയിൽ ആദ്യം നടത്തിയത് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ്. ഇന്ന് നിങ്ങൾ അട്ടപ്പാടിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഒരു മല ചുട്ടുകരിച്ച് അവിടെ വിത്തുകൾ പാകുന്നു. അതിൽ നിന്ന് നെല്ലുൽപ്പാദിപ്പിച്ച് അങ്ങനെ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം നമ്മൾ നുകം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. അതുവരെ നമ്മളെ സമൂഹത്തിൽ സ്ത്രീകൾക്കായിരുന്നു ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മുഖം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം, അതായത് ഏകദേശം നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല കാലത്ത് ഇവിടേക്ക് കുടിയേറി വന്നതിന് ശേഷമാണ് നമ്മൾ പൂർണ്ണമായിട്ടും നുകം ഉപയോഗിച്ചൊക്കെ കൃഷി. അതോടുകൂടി പുരുഷനിലേക്ക് നമ്മളെ സമൂഹത്തിലെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്നതിൻ്റെ ഒരു ഡോമിനേഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൺട്രോൾ പുരുഷനിലേക്ക് വരികയും അങ്ങനെ പുരുഷാധിപത്യം സമൂഹത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇത് വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗുരുദേവൻ മുന്നോട്ട് വയ്ക്കുന്നത് കൃഷി എന്ന് പറയുന്നത് കേവലം കൃഷിയിലൂടെയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ സാമൂഹികാവസ്ഥയെ രൂപപ്പെടുത്തിയത് കൃഷിയാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏകദേശം 27% പിന്നോക്കക്കാരൻ നിലനിൽക്കുന്നത് കൃഷിയെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനം ഉണ്ടാകണം. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിവർത്തനം ഉണ്ടാകണമെന്ന് 1904 തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ 1967 നമ്മൾ ഹരിത വിപ്ലവം പോലെയുള്ള പുതിയ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നത്. അതിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷി മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വെച്ചത്, 8 ആശയങ്ങൾ മുന്നോട്ട് വെച്ചതുകൊണ്ട് കൃഷിയെ നമുക്കന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ഈ ഹരിത വിപ്ലവം എന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള ആധുനിക ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹീകരണത്തിനെ കുറേ കൂടി വിശാലമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന ജമ്മിത്ത വ്യവസ്ഥ, ഇവിടെ ഭൂമിയെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ, ഇപ്പോൾ വയനാട്ടിലെ തന്നെ ആദിവാസികളൊക്കെ കാട് വെട്ടി തെളിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഭൂമിയെ മുഴുവൻ ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളാക്കി മാറ്റി, എല്ലാം ക്ഷേത്രങ്ങളുടെ കീഴിലേക്കാക്കി. അപ്പോൾ അവിടെ സാധാരണക്കാർക്ക് അതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവർ വിചാരിക്കും ഇത് ദൈവത്തിൻ്റെ, ഞങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ദൈവത്തോട്, ഇവിടെ ദൈവസങ്കല്പത്തോട്, ക്ഷേത്രത്തിനെതിരെയാണ് ഞങ്ങൾ
ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഒരു ഫീൽ ഉണ്ടാക്കി. അത്തരത്തിലുള്ള ഹെജ്മണി സൊസൈറ്റിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ ഇവിടുത്തെ മേൽജാതി സമൂഹങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരുദേവൻ ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങളെ നമ്മൾ തകർത്തടിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ ഉന്നതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും നമ്മൾ സിലബസ് പോലുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ കൃഷി അറിയില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ സങ്കടം തോന്നി. എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഒരു അഗ്രികൾച്ചർ പഠിക്കുന്ന കുറേ കുട്ടികൾ അവിടെ വന്ന് അവരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും അറിയില്ല. ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക്, അവിടെ ക്യാമ്പിന് വരുന്ന കുട്ടികൾക്കൊന്നും കൃഷി എന്താന്ന് പറഞ്ഞൊരു കാര്യം അറിയില്ല. കാരണം നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോഴാണ്. നോക്കൂ, നിങ്ങൾ പല രോഗങ്ങൾക്കും നമുക്ക് ഇന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പോയിട്ട് മഴ നനയാത്തതുകൊണ്ടാണ്, നമ്മൾ മണ്ണിൽ കളിക്കാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കതൊക്കെ ചെയ്തു നോക്കി നമ്മളെ പ്രകൃതിയുമായിട്ടുള്ള ചുറ്റുപാടുമായിട്ടുള്ള ഇടപഴകലിനോടൊരു അവസരമാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഓരോ കുടുംബത്തിലും നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ നമ്മളെ വീടുകളിൽ നമുക്കൊരു പപ്പായ തൈ ഉണ്ടാക്കിക്കൂടെ? നമുക്ക് വേണ്ട അല്പം പച്ചമുളക്, കുറച്ച് ചീര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സമയത്ത് ഒന്നും കേരളത്തിൽ ഇത്രയും ജനങ്ങളുണ്ട്, നമ്മളെല്ലാവരും അരിഭക്ഷണം കഴിക്കുന്നവരാണ്. പൂർണ്ണമായിട്ടും നെൽകൃഷിയിലൂടെ നമുക്ക് നമ്മളെ നാട്ടിൽ ഇത് പൂർണ്ണമായിട്ടും എത്തിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളൊരു കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്ത സീസണൽ ഫുഡ്സ് ഉണ്ട്. നമ്മൾ നല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ കൃഷി ചെയ്തിരുന്നു, വാഴക്ക പല ടൈപ്പിൽ കൃഷി ചെയ്തിരുന്നു. ഇതെല്ലാം നമ്മളിന്ന് മാറി ഇത്തരത്തിലുള്ള പുതിയ രീതിയിലേക്ക് നമ്മൾ മാറിയപ്പോഴാണ് നമ്മളെ സമൂഹത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഒരു സ്വയം പര്യാപ്തത എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം ഞാനടക്കം എൻ്റെ വീട്ടിലൊക്കെ റാഗി ഉണ്ടായിരുന്നു, തെനയുണ്ടായിരുന്നു, പലതരത്തിലുള്ള നെല്ല് തന്നെ. ഇപ്പോൾ ചെറുവേൽ രാമൻ എന്ന് പറഞ്ഞ ആൾ 35 തരം നെൽകൃഷികൾ ചെയ്തിരുന്നു. 3 മാസത്തിൽ കൃഷി ചെയ്യുന്ന വിളവെടുക്കുന്ന നെല്ലുണ്ട്, 6 മാസത്തിലുള്ള. ഇതിനെ ക്രമീകരിച്ചുകൊണ്ട് ഒരു അഗ്രികൾച്ചർ കലണ്ടറും ഇത്തരത്തിലുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിന് നമ്മളുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ കാർഷിക മേഖലയിലൊക്കെ നാരായണ ഗുരുവെ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങളെ നമ്മൾ കേവലം പ്രസംഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും പുസ്തകങ്ങളിൽ മാത്രം വെക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അടിസ്ഥാന വർഗങ്ങളുടെ ഉന്നമനത്തിന് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള കൃഷി അത് അനിവാര്യമാണ്. ഇപ്പോൾ ആറളം ഫാമിലൊക്കെ 3500 ഏക്കർ സ്ഥലമാണുള്ളത്. അവിടെ അത് പലതും കാട് പിടിച്ച് കിടക്കാണ്. വന്യമൃഗശല്യം അതിരൂക്ഷമാണ് പലപ്പോഴും പല മേഖലകളിൽ. ഇതൊക്കെ തടഞ്ഞുകൊണ്ട് ഒരു കോംപ്രഹെൻസീവായിട്ടുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മളെ കുടുംബത്തിലടക്കം കൃഷിയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയൊരു ആഹ്വാനമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം, നമ്മളെ മക്കളെ തയ്യാറെടുപ്പിക്കണം എന്നുള്ളതാണ്. ഒരു ചെടി വളരുന്ന സമയത്ത് അവന് അതിലൂടെ പലതരത്തിലുള്ള ലൈഫ് സ്കില്ലുകൾ പഠിക്കുകയാണ്. ഒരു കുട്ടി ഒരു ചെടീനെ ആ ചെടീനെ വിത്ത് മുളപ്പിച്ചിട്ട് ആ ചെടീനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് അവൻ അത് കായ്ക്കുമ്പോൾ അതിനെ നോക്കി അതിലൊരു പൂ വിരിയുമ്പോൾ അവനുണ്ടാക്കുന്ന സന്തോഷം നമുക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യമാണ്. അത് ഒരു തരത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. ഇതിനൊന്നും നമ്മളെ രക്ഷിതാക്കൾ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ആ രീതിയിൽ നമ്മളെ കുടുംബങ്ങൾ ഓരോരുത്തരും ഒരുങ്ങണം. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റികളെയോ കോളേജ് അധ്യാപകരോ അല്ല നമ്മളെ പഠിപ്പിക്കേണ്ടത്, നമ്മൾ ഓരോ രക്ഷിതാക്കളുമാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ആശയം തന്നെയാണ് ഗുരുദേവൻ നമ്മുടെ മുന്നോട്ട് വെച്ചത്. ആ ആശയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്ന് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ ഒരു വേദിയിൽ നിങ്ങളോട് ഓരോരുത്തരും പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.